കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ന് 9-ാം അധ്യായം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്താണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, എന്താണ് അതിനകത്തുള്ള വിഷയം. അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ചാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലായി. വേദപുസ്തകത്തിലെ വളരെ സംഭവബഹുലമായ ഒരു അധ്യായമാണ് 9-ാമത്തെ അധ്യായം. പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ് 9-ാമത്തെ അധ്യായം. ഇതുപോലൊരു ചാപ്റ്റർ ഇല്ല വേദപുസ്തകത്തിൽ. അത്രമാത്രം ഗംഭീരമാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ 9-ാമത്തെ അധ്യായം. പ്രിയ ദൈവമക്കളെ, എന്താണ് 9-ാം അധ്യായത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടായത്? എന്തുകൊണ്ടാണ്? അതിന് കാരണം 8-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ അന്വേഷിച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ കണ്ടെത്തി. എന്നാൽ 9-ാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചു, അവനെ കണ്ടെത്തി. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എട്ടാം അധ്യായത്തിൽ ഷണ്ണൻ ദൈവത്തെ അന്വേഷിച്ചു, അവൻ മനസ്സാന്തരപ്പെട്ടു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സഭയോട് ചേർന്നു. 9-ാം അധ്യായത്തിൽ സഭയോട് ചേർന്നവരെ മുടിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് അന്വേഷിച്ചിറങ്ങി വന്ന് അവനെ കയ്യോടെ പിടിച്ച് കർത്താവ് കസ്റ്റഡിയിൽ വെച്ചു. വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ മുഴുവനും അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് യെരുശലേമിൽ കൊണ്ടുപോയി സന്നിധി സംഘത്തിന്റെ മുൻപിൽ ഹാജരാക്കുവാൻ ക്രിസ്ത്യാനികളായിട്ടുള്ള സകല വിശ്വാസികളെയും ദമസ്കോസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന ശൗവലിനെ പ്രൈസ് ദി ലോർഡ് കർത്താവ് അറസ്റ്റ് ചെയ്തു. കർത്താവ് ശൗവലിനെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് അവന്റെ കസ്റ്റഡി കൊണ്ടുപോയി. എങ്ങനെയുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി? രണ്ട് തരത്തിൽ ദൈവം മനുഷ്യരെ സ്വന്തമാക്കും. ഒന്ന്, അന്വേഷിച്ച് ചെല്ലുന്നവരെ അവൻ തെരഞ്ഞെടുത്ത് വിളിച്ച് തെരഞ്ഞെടുത്ത് നിയമിച്ച് അവൻ തന്നെ സ്വന്തമാക്കും. മറ്റൊന്ന്, ചിലരെ അവൻ നേരിട്ട് തൊടും. കർത്താവ് പ്രവർത്തിക്കാനുള്ളതിന്റെ ഒരു കാരണം ശരിക്കും പൗലോസിന് വേണ്ടി ഉള്ളുരുകി ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു ദമസ്കോസിലെ ക്രിസ്ത്യാനികൾ. ആ പ്രാർത്ഥന സ്വർഗത്തെ ഇളക്കി. സ്തേഫാനോസിനെ പിടിച്ചു, സ്തേഫാനോസിനെ കൊന്നു എന്ന വാർത്ത ക്രൈസ്തവ സഭകളിലെല്ലാം വളരെ പ്രകമ്പനം കൊള്ളിച്ചു. നമുക്കറിയാലോ, ഇപ്പൊ നമ്മളുടെ ഇന്ത്യയുടെ മണ്ണിൽ ധാരാളം
സുവിശേഷകരെ നഗ്നരാക്കിയും എണ്ണയൊഴിച്ച് കത്തിച്ചും ആലയങ്ങൾ കത്തിച്ചും ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ തെക്കേയറ്റത്ത് കേരളത്തിലുള്ള നമുക്കൊന്നും വലിയ കുലുക്കമില്ലെങ്കിലും, കാരണം നമുക്ക് നല്ല ധൈര്യമുണ്ട് അവരൊന്നും ഇങ്ങോട്ട് വരില്ല. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വരില്ല എന്ന് ചിന്തിക്കണ്ട. എന്നാൽ ഡമസ്കോസിലുള്ളവർക്കും മറ്റുള്ള സകല ക്രിസ്ത്യാനികൾക്കും ഭയം ഉള്ളിൽ കയറി. അവർ ജീവന്റെ നാഥനോട് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വീരശൂര പരാക്രമിയായ ശൗവലിന് വേണ്ടി കർത്താവിന്റെ സന്നദ്ധിയിൽ കൈമലർത്തി. അതുകൊണ്ട് കർത്താവിന് സ്വർഗത്തിൽ, ഞാൻ ആ വാക്കിങ്ങനെ പറയാ, കർത്താവിന് സ്വർഗത്തിൽ ദൈവമക്കൾ സ്വസ്ഥത കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാടൻ വാക്കുകൾ പറഞ്ഞാൽ കർത്താവിന് സ്വർഗത്തിൽ ഇരിക്കപ്പുറത്തി നമ്മൾ കൊടുത്തില്ല, അഥവാ വിശ്വാസികൾ കൊടുത്തില്ല. അതുകൊണ്ട് വഴിമധ്യത്തിൽ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ ആ സ്ഥലത്തിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ നട്ടുച്ച നേരത്തുള്ള സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു വലിയ പ്രകാശം അവന്റെ ചുറ്റും മിന്നി. അതിനു മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മോശ ഹോറേ പർവ്വതത്തിൽ വെച്ച് എരിഞ്ഞു തീരാത്ത മുൾപ്പടർപ്പ് കണ്ടതുപോലെ പുതിയ നിയമത്തിലെ ഒരു വലിയ സംഭവമായി പോയി. നല്ല വെയിലുള്ള സമയം, സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം, അതിനെയും വെല്ലുന്ന ഒരു പ്രകാശത്തോടെ അവന്റെ ചുറ്റും മിന്നി. സ്തോത്രം. ഈ ഭാഗമാണ് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിലൂടെ ഒന്ന് കയറിയിറങ്ങാൻ പോവുകയാണ്. ശൗവലിന്റെ മാനസാന്തരം. ശരിക്കും അതിന്റെ 31-ാമത്തെ വാക്യം വരെയും പൗലോസിനെ സംബന്ധിക്കുന്ന മാനസാന്തരത്തിലേക്ക് നയിച്ച ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ വളരെ വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ ഒരു സംഭവ വികാസമാണ് തർശോസുകാരനായ ശൗവലിന്റെ മാനസാന്തരം. വിപ്ലവകരമായ മാറ്റമായി പോയി. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 3 ഭാഗങ്ങളിലായി 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 9-ാം അധ്യായത്തിൽ, 22-ാമത്തെ അധ്യായത്തിൽ, 26-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിൽ നിന്നും ഏകദേശം 150 മൈൽ അഥവാ 240 കിലോമീറ്റർ ദൂരെയാണ് ഈ ദമസ്കോസ് എന്ന് പറയുന്ന സ്ഥലം. സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് അവന് പ്രത്യക്ഷനാകുന്നത് ദമസ്കോസിൽ വെച്ചാണ്. മറ്റുള്ളവർക്കെല്ലാം പ്രത്യക്ഷമായത് യെരുശലേമിൽ വെച്ചാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശൗവലിന് പ്രത്യക്ഷനായത് ദമസ്കോസിൽ വെച്ചാണ്.
ഞാനൊന്ന് ചുമ്മാ ചോദിച്ചോട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് പ്രത്യക്ഷനായത് എവിടെ വെച്ചാണ്? എല്ലാവരും കൊണ്ടുപിടിച്ച് എഴുതിക്കോ, പക്ഷെ ഉത്തരം നിങ്ങൾ പറയണം, എന്നോട് പറയണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് പ്രത്യക്ഷനായത് എവിടെ വെച്ചാണ്? കർത്താവിന്റെ പ്രത്യക്ഷതയോടെയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ദർശനം ഒരു വ്യക്തി പ്രാപിക്കുന്നതോടെയാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. യേശു കർത്താവിന്റെ വ്യക്തിപരമായ ആ ദർശനം ലഭിക്കുന്നതോടെയാണ് ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ചെയ്താൽ, മത്തായിയുടെയും മറിയാമ്മയുടെയും മകനായി പിറക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. ക്രിസ്ത്യാനിയാകുമായിരിക്കും. എന്നാൽ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് കർത്താവിന്റെ ദർശനം വ്യക്തിപരമായി പ്രാപിക്കുമ്പോഴാണ്. നിങ്ങൾ എഴുതുന്ന ബുക്കിനകത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചതുരത്തിലൊരു കോളം വരച്ചിട്ട് ആ കോളത്തിനകത്ത് എഴുതി വെക്കണം, ഇന്നയാണ്ടിൽ ഇന്ന മാസം തീയതി ഓർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, എന്റെ കർത്താവ് എനിക്ക് വെളിപ്പെട്ടു, എന്റെ കർത്താവിന്റെ മുഖശോഭ ഞാൻ കണ്ടു, എന്റെ യേശുവിന്റെ ആണിപ്പാടുള്ള കരം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അവൻ എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞതാണ്. അവൻ എൻ്റെ കയ്യിൽ പിടിച്ചത് എൻ്റെ ഊഹമല്ല, ഞാനത് കൃത്യമായി അനുഭവിച്ച കാര്യമാണ്. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ ഒരു സ്ക്വയറോ ഒരു റൗണ്ടോ വരച്ചിട്ട് അതിനകത്ത് അങ്ങ് എഴുതി വെക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആന്റിയുടെ ഡയറി കണ്ടു. ഞാൻ ആന്റിയെ അപ്രീഷിയേറ്റ് ചെയ്തു, ദൈവത്തെ സ്തോത്രം ചെയ്തു. ഞാൻ അന്ന് വാക്ക് കൊടുത്തു, ഞാനിത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ പറയൂന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഓരോ ക്ലാസ്സും ഒരു റൗണ്ട് വരച്ച് അതിനകത്ത് ഇത്രാം ദിവസം എഴുതി അത് വളരെ മനോഹരമാക്കി അതിൻ്റെ താഴെ ആ സബ്ജക്ട് വൈസ് സബ്ജക്ട്സ് നല്ല അക്ഷരത്തിൽ പ്രിന്റിംഗ് ലെറ്ററാണെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ താഴെയെല്ലാം വരച്ച് ആ നോട്ട് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് ക്ലാസിന്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ എഴുതണേ? അവ പറഞ്ഞു, ക്ലാസിന്റെ ഇടയ്ക്കാണ് സാറേ ഞാനിത് എഴുതണേ. ആ ക്ലാസ് കഴിയുമ്പോ ഒരു ചിഹ്നം വരച്ച് ആ ക്ലാസ് ക്ലോസ് ചെയ്യും, പിന്നെ അടുത്ത ക്ലാസ്. അങ്ങനെ ഒരു ഡയറി അല്ല, ഒരു കോവിഡ് മുതലുള്ള എല്ലാ ഓൺലൈൻ ക്ലാസിന്റെയും ഡയറി ആണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റിയോട് പറഞ്ഞു, ആന്റി സാധാരണ ഇതിനുള്ള ഇച്ഛാശക്തി ഒന്നും ആർക്കും തന്നെ കിട്ടാറില്ല, എനിക്കും കിട്ടാറില്ല. ആദ്യമായിട്ട് പുതിയ ഡയറിയിൽ എഴുതി തുടങ്ങുമ്പോൾ നന്നായിട്ട് ഉരുട്ടി ചുമന്ന മഷിക്ക് വരച്ച് കമനീയമായിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്ത്, ഓ എന്തൊരു സൗന്ദര്യം. എന്നാൽ അല്പം ചില പേജുകൾ മറിച്ച് മുമ്പോട്ട് പോകും തോറും
പിന്നെ ഷൂ ആവും, ഷേനാവും, പിന്നെ അത് ഒരു കല പില്ല കല എന്നത് അങ്ങനെ അങ്ങ് പോവും. പിന്നെ അവസാനത്തെ പേജ് ആകുമ്പോഴേക്കും അത് വായിക്കണമെങ്കിൽ കണിയാൻ കൈ കൊണ്ട് തുറക്കും. ആ പരുവത്തിലാകും. കാരണം പിന്നെ നമ്മളങ്ങ് ഈ ട്രെയിൻ പോണ സ്പീഡിലാണ്, ഡ്രങ്ങ് പോകും. പിന്നെ നമുക്കും വായിക്കാൻ പറ്റില്ല, നമ്മുടെ മക്കൾക്കും വായിക്കാൻ പറ്റില്ല. പിന്നെ അധ്യാപകർക്കോ കണിയന്മാർക്കോ ഏത് ഭാഷയും വായിക്കാം. എനിക്കത് കണ്ടപ്പോ തൊട്ട് നിങ്ങളോടൊന്നും പറയാത്ത കാരണം എനിക്കൊരു ശ്വാസം മുട്ടാറും. ദൈവമക്കളെ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്റെ കർത്താവ് എന്നെ തൊട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ക്രിസ്ത്യാനിയാകുന്നതും ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച അനിവാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ശൗവൽ അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു. യെരുശലേമിൽ നിന്ന് 240 കിലോമീറ്റർ ദൂരെയുള്ള ഡമസ്കോസിൽ വെച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനും അറസ്റ്റ് ചെയ്യാനും കൂട്ടിക്കൊണ്ടുപോകാനുമായി കച്ചകെട്ടി അധികാരപത്രവുമായി വന്നിരിക്കുന്ന ശൗവലിനെ കയ്യോടെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവനെ പിടികൂടി. ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെയായിരുന്നു. എന്നെ എൻ്റെ കർത്താവ് പിടിച്ച ദിവസം, എന്നോട് എൻ്റെ കർത്താവ് വ്യക്തിപരമായിട്ട് ഇടപെട്ട ദിവസം. അറിയാമെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളത് ഓർമ്മപ്പെടുത്തണം, കുറിക്കണം. യേശുവിനെ ഏറ്റവും അധികം വെറുത്ത ശൗവൽ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് തന്നെയല്ല, യേശുവിന്റെ വിശ്വസ്തദാസനായി, യേശുവിന്റെ ഉത്തമ ശിഷ്യനായി, ഏറ്റവും കൂടുതൽ വെറുത്തവൻ ഏറ്റവും പ്രിയ ശിഷ്യനായി. നമുക്കൊക്കെ എന്നാ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇപ്പോഴും ഏത് വകുപ്പാന്ന് കർത്താവിന് പോലും പിടികിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ ചിരിക്കും. ചൊവ്വിന് വീഴാതെ നിന്ന ദിവസങ്ങൾ എത്രയുണ്ട്? തെറ്റുപറ്റാതെ സംസാരിച്ച ദിവസങ്ങൾ എത്രയുണ്ട്? ചിന്താമണ്ഡലങ്ങളിൽ അഴുക്ക് വരാത്ത ദിവസങ്ങൾ എത്രയുണ്ട്? അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. നാം എതിർക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ നമ്മളെ പിടികൂടും. നാം അനുകൂലിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഇത് അനുകൂലിക്കുമില്ല, എതിർക്കുമില്ല. തമിഴിൽ ഇങ്ങനെ പറയും, അനലുമല്ല കുളിരുമല്ല വെതുവെതുപ്പത്, ചൂടുമല്ല തണുപ്പുമല്ല വാട്ടവെള്ളം പോലെ. അതുകൊണ്ട് കർത്താവ് നമ്മളെ അവന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പക്ക വാഹകരായിട്ട് നിൽക്കുക. ഈ രണ്ട് കാര്യത്തിലെ ദൈവം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ശൗവൽ നന്നായിട്ട് എതിർത്തു. അതുകൊണ്ട് ശൗവലിനെ കയ്യോടെ പിടിച്ചു കർത്താവ്. ഷണ്ണൻ കാണാൻ ആഗ്രഹിച്ചു, യേശുവിനെ അറിയാൻ ആഗ്രഹിച്ചു, ഷണ്ണന് വെളിപ്പെടുത്തി കൊടുത്തു. ശൗവൽ അറിയാനേ ആഗ്രഹിച്ചില്ല, കാണാനേ ആഗ്രഹിച്ചില്ല, പക്ഷെ നിർബന്ധപൂർവം അവന് വെളിപ്പെട്ടു. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ഞാൻ കാണാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും
ഞാൻ അവനെ എതിർത്തിട്ടില്ലെങ്കിലും എന്തോ എന്നോട് എൻ്റെ കർത്താവിന് ഇഷ്ടം തോന്നി. അവനവന്റെ വചനം അയച്ച് അവനെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ കർത്താവിന്റെ ആണിപ്പാടുള്ള കരം എന്റെ മലിനമായ കരങ്ങളിൽ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ജീവിത യാഥാർത്ഥ്യത്തോട് ഈ ഡിവൈസിലിരിക്കുന്ന നമ്മളെല്ലാവരും പൊരുത്തപ്പെടുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഏറ്റവും പ്രൈസ് ദി ലോർഡ്. ദൈവീക കരുണയുടെ അത്ഭുത പ്രതിഭാസമാണ് 5-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്താണ് 5-ാം വാക്യത്തിലുള്ളത്? നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക. നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. ചില പുസ്തകത്തിൽ മുള്ളിന്റെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് 5-ാം വാക്യത്തിലുണ്ട്. മറ്റ് പല ട്രാൻസ്ലേഷനിലും ഗ്രീക്ക് ഭാഷാന്തരത്തിലും ആ ഒരു വാചകമുണ്ട്. മുള്ളുകളുടെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. ഉദയ്ക്കുന്നത് വിഷമമാകുന്നതാണ് ചിലതിൽ കിടക്കുന്നത്. അതിന്റെ അർത്ഥം തൊഴിക്കുക എന്നാണ് മലയാളം. പൗലോസേ, മുള്ളുകളുടെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമമാണ്. നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ. അവിടെ എന്തെന്ന് അവൻ ചോദിച്ചെന്നറിയാമോ? ശബ്ദം കേട്ടപ്പോ നാലാം വാക്യത്തിൽ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ. എന്തൊരു വിളിയല്ലേ! ശൗലേ, ശൗലേ. അവനെ വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു. ഒറ്റപ്പേരിലല്ല, ആവർത്തിച്ച് വിളിച്ചു. ആ സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ ആ വാക്ക് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 10:41 വായിക്കുമ്പോ അവിടെ കർത്താവ് മാർത്തയെ വിളിക്കുന്നത് അങ്ങനെയാണ്: മാർത്തയേ, മാർത്തയേ. ലൂക്കോസ് 13:34 കർത്താവ് യെരൂശലേമിനെ വിളിക്കുന്നത് യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ കീഴിൽ ചേർക്കും പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായി. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 22:31 നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണാം: ശിമോനെ, ശിമോനെ. 22:31 വാക്യം ഇങ്ങനെയാണ്. 31: ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ദൈവത്തിന്റെ വിളിക്ക്, സ്നേഹം നിറഞ്ഞ, കരുണ നിറഞ്ഞ വിളി കർണങ്ങളിൽ മുഴങ്ങുമ്പോൾ തട്ടി മാറ്റാൻ ആർക്കും കഴിയില്ല. നീ അതിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാണ്.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ശൗലേ ശൗലേ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, നമ്മളെയും ദൈവം 2 പ്രാവശ്യം പേർ ചൊല്ലി വിളിച്ചു. ശരിയാണോ? പേർ ചൊല്ലി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ്, എൻ്റെ പേർ ചൊല്ലി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു. ഞാൻ കൊള്ളരുതാത്തവനായിരുന്നപ്പോൾ എൻ്റെ പേർ ചൊല്ലി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ കർത്താവിന് വിപരീതമായി ജീവിച്ച കാലത്ത് എൻ്റെ യേശു എന്നെ, എൻ്റെ കൂടെ പറയണം കേട്ടോ, എൻ്റെ യേശു എന്നെ പേർ ചൊല്ലി വിളിച്ചു. മറ്റു പലർക്കും ഞാൻ കൊള്ളരുതാത്തവനായിരുന്നപ്പോൾ എൻ്റെ യേശു എന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. സന്തോഷമാണെങ്കിൽ സ്തോത്രം ചെയ്യാം. അത് വിശ്വസിക്കുന്നെങ്കിൽ അവന് സ്തോത്രം ചെയ്യാം. എന്നെ എൻ്റെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു. എന്താ എന്നിട്ട് പറഞ്ഞെന്നറിയാമോ? ഇങ്ങനെ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ? അപ്പൊ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി, ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ശൗലിന് കൃത്യമായി മനസ്സിലായി. അതിനു മുമ്പ് കർത്താവ് അവനോട് സംസാരിച്ചിട്ടില്ല. കർത്താവ് 3-3.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് റോമ പൗരനായി ശൗലിനോട് ഇതുപോലെ യേശു സംസാരിച്ചിട്ടില്ല. പിന്നെ ആ ശബ്ദം എങ്ങനെ അവൻ തിരിച്ചറിഞ്ഞു? നീ ആരാകുന്നു എന്നല്ല ചോദിച്ചേ, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? കർത്താവിനെ അവൻ തിരിച്ചറിഞ്ഞു ഒറ്റ വിളിയിൽ. അപ്പൊ പിന്നെ എന്താ നീ ആരാകുന്നു ചോദിച്ചത്? അവനാകെ പ്രശ്നമായി. അവനൊന്നും മനസ്സിലാകുന്നില്ല. ആ വിളിയുടെ പിന്നിലൂടെ ഒരു ഉടമസ്ഥനെ അവന് മനസ്സിലായി. അതിന്റെ ഉത്തരം അതിന്റെ പോലെ തന്നെ ഗൗരവമുള്ളതാണ്. ഉത്തരം എന്താ? നീ ഉപദ്രവിക്കുന്ന കർത്താവാകുന്നു, യേശുവാകുന്നു ഞാൻ. നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ചോദ്യവും ശരിയായി, ഉത്തരവും ശരിയായി. ദൈവമക്കളെ, ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ശരിയായ അവസ്ഥ അറിയുന്ന യേശു അവൻ നമ്മളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ആ വിളിയുടെ ഉടമസ്ഥനെ തിരിച്ചറിയണം കേട്ടോ. അത് എൻ്റെ കർത്താവാണ് എന്ന് നീ വിശ്വസിക്കണം. അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. കണ്ടിട്ടില്ലെങ്കിലും അവൻ ഉറപ്പിക്കുന്നു അത് യേശുവാണ്. വേറെ ആരും എന്നെ അങ്ങനെ വിളിക്കില്ല. ഒരു സ്വർഗീയമായ വിളി കർണങ്ങളിൽ മുഴങ്ങുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെ തളരും? എങ്ങനെ തിരിച്ചറിയാതെ പോകും? ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച
ഒരു ചെറിയ പുസ്തകം. ഒരു കാലത്ത് എന്നെ ഏറെ അലട്ടിയിരുന്ന, തിരിച്ചറിയാൻ ഭാരപ്പെട്ടിരുന്ന ഒരു വിഷയം, എങ്ങനെ ദൈവശബ്ദം തിരിച്ചറിയാം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്ക് എങ്ങനെ തിരിച്ചറിയാം. എന്റെ അന്വേഷണവും കണ്ടെത്തലും നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ശരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, ആ രണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും നീക്കുപോക്കായി. എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടവും എന്നോടുള്ള അവന്റെ ശബ്ദവും, ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ക്രിസ്തീയ ജീവിതം വളരെ സിമ്പിളാണ്. കഷ്ടങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. പക്ഷെ അതിന്റെ നടുവിൽ എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടവും അവൻ എന്നോടുള്ള ശബ്ദവും തിരിച്ചറിയുമ്പോൾ ശൗലിനത് മനസ്സിലായി. നിങ്ങൾ ഓർക്കണം, കർത്താവെ വിളിച്ച ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് വിളിച്ച ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നെ ആദ്യം വിളിച്ചതെന്നും ഞാൻ എന്താണ് എൻ്റെ കർത്താവിനോട് ചെയ്തത് എന്നും അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. എന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഇവന്റെ കൂടെ കുറെ ഗുണ്ടകളുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കണം, മനസ്സിലാക്കണം, ആ ടീമിലുള്ള ആർക്കും ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. അവരാരും ആ ശബ്ദം കേട്ടില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം കൈമാറട്ടെ. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒരു കൂട്ടത്തിനല്ല, വ്യക്തിക്കാണ്. നമ്മുടെ കൂട്ടത്തിൽ 10 പേരുണ്ടെങ്കിലും ആ 10 പേരെയും കൂടി അവൻ ഒരുമിച്ച് വിളിക്കുകയല്ല, അവൻ ഒറ്റയ്ക്ക് വിളിക്കും. പ്രകാശം അവരെല്ലാവരും കണ്ടു. പുരുഷന്മാർ ആ ശബ്ദം കേട്ടു. കൂടെയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ടു. എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശബ്ദം കേട്ടു, പക്ഷെ ദർശനമുണ്ടായില്ല. കൂടെയുള്ളവർക്കെല്ലാം ആ ശബ്ദം കേൾക്കാൻ സാധിച്ചു. ആരാ, എന്താ, എങ്ങനെ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ആ ദർശനം ആർക്കായിരുന്നു? പൗലോസിനായിരുന്നു. ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഒരു കാര്യം അവർക്ക് മനസ്സിലായി, എന്തോ സംഭവിച്ചു. അവരാദ്യം പറഞ്ഞു കാണും, പൗലോസിന് പെട്ടെന്ന് തലക്കറക്കുണ്ടായിരുന്നു, അവൻ കറങ്ങി വീണു. ആ ശബ്ദം എന്നുള്ളത് ശൗലേ ശൗലേന്ന് വിളിക്കുന്ന ശബ്ദമല്ല, ആ പേർ ചൊല്ലി വിളിക്കുന്നതല്ല അവർ കേട്ടത്. അവരൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയില്ല. ഇടിമുഴക്കം പോലൊരു ശബ്ദം, സ്വർഗത്തിൽ നിന്നുള്ള പെരുമ്പറ. മാനസാന്തരത്തിന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം.
പക്ഷെ ആ ശബ്ദത്തിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയുന്നവർക്കാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം എല്ലാവർക്കും കേൾക്കാം. ആ ശബ്ദത്തിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയുന്നവർക്കാണ് മാനസാന്തരം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ശബ്ദം ഈ 68-70 ഡിവൈസിനകത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. എന്നാൽ എന്റെ സ്ഥാനത്ത് ഇത് യേശുവിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് പുതിയ കൃപയും പുതിയ അനുഭവമുണ്ട്. വാളിയിൽ മത്തായി സാർ പറയുന്നതാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സാന്തരം ഉണ്ടാകില്ല, മനസ്സിന് മാറ്റം സംഭവിക്കില്ല. എന്റെ വാക്കുകൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല, ഉറപ്പാണ്. എന്റെ ഭാഷാ ശൈലിക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ സാധിക്കില്ല. എന്നാൽ എന്നിൽ കർത്താവിനെ കണ്ടാൽ, ആ ശബ്ദത്തിന്റെ ഉടമസ്ഥനായ യേശുവിനെ കണ്ടാൽ അവന് മാനസാന്തരം. ശൗവൽ കേട്ട ശബ്ദം എല്ലാവരും കേട്ടു. പക്ഷെ മാനസാന്തരം ആർക്കേ ഉണ്ടായുള്ളൂ? ശൗവലിന് മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ആ ശബ്ദത്തിന്റെ പിന്നാമ്പുറമുള്ളവനെ ശൗവൽ മാത്രം കണ്ടു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയണേ? ശൗവൽ മാത്രം കണ്ടു. കണ്ടവൻ മനം തിരിഞ്ഞു. കേട്ടാ പോരാ, കർത്താവിനെ കണ്ടാൽ മാത്രമേ. വചനം കേട്ടിട്ടായില്ല, കേൾക്കുന്ന വചനം കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് മാറ്റം വരും. നമുക്ക് പലപ്പോഴും ഒരു മാറ്റം വരാതെ നമ്മൾ ആളെ കാണുമ്പോഴേ നമ്മൾ വിധിക്കും, ഓ ഇങ്ങേരാണോ. ഈ ഒരു മുൻവിധി വന്നാൽ പിന്നെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, കർത്താവിനെ കാണാൻ പറ്റില്ല. നമുക്ക് 1 മണിക്കൂർ ഇരുന്ന് കേൾക്കാം. അപ്പൊ എന്നെ നിങ്ങൾ കേൾക്കുമ്പോ അത് കർത്താവിന്റെ ഒരു ശബ്ദമായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചാലേ ആ വചനത്തിന് ശക്തിയുള്ളൂ. എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല. നമ്മൾ വിശ്വാസത്താൽ അത് അംഗീകരിക്കുമ്പോൾ ആ വചനത്തിന് നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. ആ ചുറ്റും നിന്ന പുരുഷന്മാരെന്ത് ചെയ്തു? അവർ ശബ്ദം കേട്ടു, വേറെ ഒന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ആ പ്രകാശം ആരെ കണ്ടുള്ളൂ? ശൗവലെ കണ്ടുള്ളൂ. ആ പ്രകാശമാണ് നീ ആരാകുന്നു കർത്താവെന്നാ ചോദിച്ചേ. അതിനൊരു വ്യക്തിത്വമുണ്ട്, ആ പ്രകാശത്തിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പ്രകാശമാണ് കർത്താവ്. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗവൽ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണ് തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. കണ്ണ് തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണ് കണ്ടില്ല. ദൈവവചനം ഈ ലോകത്തെ തിന്മകൾ ആവേശത്തോട് നോക്കിയിരുന്ന കണ്ണുകളെ ബന്ധിച്ചു. അവന്റെ കണ്ണ് പൊട്ടിപ്പോയതൊന്നുമല്ല, പക്ഷെ അവന്റെ കണ്ണിൽ നിന്നൊരു ചെതുമ്പൽ താഴെ പോയി. ആ കാഴ്ചയുടെ വൈകല്യമായിരുന്നു ക്രിസ്തീയ സഭയെ പീഡിപ്പിക്കാൻ കാരണം. ദൈവമക്കളെ എതിർക്കുന്നതിന്റെ കാരണം കണ്ണിന്റെ കാഴ്ച, അഥവാ കണ്ണിൽ ചെതുമ്പല് കയറിയത് കൊണ്ടാണ്. ഈ ചെതുമ്പൽ എന്നുള്ളത് അതിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒന്ന്,
അത് പാരമ്പര്യത്തിന്റെ ചിതമ്പലുകളാണ്. തീവ്രമായ മതഭക്തി അത് മറ്റൊരു ചെതുമ്പലാണ്. അഹങ്കാരം അത് മറ്റൊരു ചെതുമ്പലാണ്. ഇത് കണ്ണിന് കയറി പിടിച്ചാൽ പിന്നെ കണ്ണിന് കാഴ്ചയില്ലാതാകും. തിമരം കാഴ്ചയുള്ളവരെ ബാധിക്കുന്ന അന്ധതയാണ് എന്നതാ തിമരം. ആ സമയം വരെയും കണ്ടുകൊണ്ടിരുന്നവർക്ക് കാണാൻ കഴിയാതെ പോകുന്നു. കണ്ണിനകത്ത് അതിന്റെ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു ലെയർ കയറി വരികയാണ്. എന്നതുപോലെ ദൈവമക്കളെ, ദൈവജനത്തെ, ദൈവപ്രമാണങ്ങളെ, ദൈവവചനത്തെ കാണേണ്ടതുപോലെ കാണാൻ കഴിയാതെ പോകുന്നത് അന്ധതയാണ്. അവരാണ് നമ്മളെ നിന്ദിക്കുന്നവർ, അവരാണ് നമ്മളെ പരിഹസിക്കുന്നവർ, അവർക്കാണ് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാകില്ല. നമ്മളുടെ വിശ്വാസത്തെ ഒരു വക വട്ടെന്നവർ വിളിക്കും. നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മളെ പരിഹസിക്കും. അവർ യേശുവിനെ കണ്ടാൽ കണ്ണുപൊട്ടൻ ആനയെ കാണാൻ പോയോണക്കിരിക്കും. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുത്തൻ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയിട്ട് ഒരുത്തൻ ആനയുടെ വാല് തപ്പിയിട്ട് വന്നേച്ച് പറഞ്ഞു, ആന വടി പോലെ ഇരിക്കണേ. വേറെ ഒരുത്തൻ കാല് തപ്പിയിട്ട് വന്നിട്ട് പറഞ്ഞു, ആന ഒലക്ക പോലെ ഇരിക്കണേ. വേറെ ഒരുത്തൻ ചെവി തപ്പിച്ച് വന്നേച്ച് പറഞ്ഞു, മുറം പോലെ ഇരിക്കണേ. വേറൊരു തുമ്പിക്കൈ തപ്പിയിട്ട് വന്നേച്ച് പറഞ്ഞു, അത് കൊഴല് പോലെ ഇരിക്കണേ. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ദൈവമക്കളെ, എന്റെ ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ കാണാൻ കണ്ണില്ല. ഇത് അരയും മുറിയും കണ്ടേച്ച് വിളിച്ചു കൂവാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് യേശു. അങ്ങനെയുള്ളവരുടെ ചെതമ്പൽ താഴെ വീണാലേ ജീവനുള്ള കർത്താവിനെ കാണാൻ കഴിയൂ. ഇവിടെ നാം കാണുന്നത് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ ചിദംബലുകൾ അഥവാ അവന്റെ കാഴ്ച, ലോകത്തെ അവൻ ആ നാൾ വരെയും കണ്ടിരുന്ന കാഴ്ചപ്പാടിനെ കർത്താവ് മാറ്റുന്നു. അവന്റെ കാഴ്ചപ്പാടിനെ കർത്താവ് തിരുത്തുന്നു. അന്ന് വരെ അവൻ ലോകത്തെ കണ്ടതുപോലെയല്ല കാണുന്നത്. അവന് വേണ്ടി നേർവീതിയിൽ അനന്യാസിന്റെ ഭവനത്തിൽ അവൻ ചെന്ന് മടങ്ങുമ്പോൾ അവൻ ഭക്തന്മാരെ കണ്ടത്, ക്രിസ്ത്യാനികളെ കണ്ടത് ആ സമയം വരെ കണ്ടതുപോലെയല്ല. കാഴ്ചപ്പാട് മാറി. ഞാൻ പോയിട്ടുണ്ട് ആ വീട്ടിൽ. ഒരിക്കൽ ദമസ്കോസിന് പോകാനായിട്ട് പത്രീസ് ബാവയുടെ സെന്റർ, പത്രിയർക്കാ സെന്റർ സന്ദർശിക്കാൻ കർത്താവ് ഒരു അവസരം തന്നു. അതിന് പോയ സമയം ദമസ്കോസിന്റെ പടിവാതിൽ കണ്ടു, ദമസ്കോസ് കണ്ടു. പൗലോസിന്റെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നിരുത്തിയ വീട് കണ്ടു. അതെല്ലാം നന്നായിട്ട് അത് മെൻഷൻ ചെയ്ത്, അത് മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോണം. അതെല്ലാം മണ്ണിട്ട് നികത്തി മേലോട്ട് കൊണ്ടുവന്ന് ആ സ്ഥലം മാത്രം അതങ്ങനെ സംരക്ഷിച്ചിരിക്കുക.
ഓർക്കാൻ. നിങ്ങളവിടെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ, കണ്ണിൽ നിന്ന് ചില ചെതമ്പലുകൾ താഴെ വീഴട്ടെ. ദൈവമക്കളെ ദൈവമക്കളായിട്ട് കാണാൻ, പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരായിട്ട് കാണാൻ, ദൈവവചനത്തെ വചനമായിട്ട് കാണാൻ. കണ്ണിന്റെ അന്ധത പിടിച്ചവർ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ഈ കാഴ്ച കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലപ്പാലൂട്ടി വളർത്തി ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തി മിടുക്കികളായ നമ്മുടെ മക്കളുടെ കണ്ണിലും ഈ ചെതമ്പൽ കാണാം. ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷ ഞാൻ പര്യവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് കണ്ണിന് കാഴ്ച കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? യേശുവിനെ കാണാൻ, യേശുവിന്റെ വചനം ഗ്രഹിപ്പാൻ, ദൈവമക്കളെ തിരിച്ചറിയാൻ, ദൈവവചനത്തെ തിരിച്ചറിയാൻ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ ചുരുക്കുകയാണ്. ഒരു വലിയ ദർശനം, ഒരു വലിയ ശബ്ദം, അവനെ കണ്ട് അവന്റെ ശബ്ദം കേട്ട് അവന് കീഴടങ്ങിയ ശൗവൽ. എന്നാൽ ശബ്ദം കേട്ടു, പക്ഷേ അവനെ കാണാത്ത സഹയാത്രികർ. എഴുന്നേറ്റപ്പോൾ അവന് പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചിന്തയായിരുന്നു, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് അതിനുള്ള കരുത്തുണ്ട്, എനിക്ക് അതിനുള്ള കൽപ്പനയുണ്ട്. എന്നാൽ പൗലോസേ, ഇനി നീ അനങ്ങണമെങ്കിൽ മറ്റൊരുത്തന്റെ സഹായം വേണം. ഈ ഡിവൈസിലിരിക്കുന്ന ദൈവമക്കളെ, ഒറ്റയന്തടിയായി ജീവിക്കാതെ നല്ലൊരു ഫെലോഷിപ്പ് ആത്മീക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമാണ്. അതിന് കർത്താവ് സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിക്കുന്നത് പോലെ നമുക്ക് മുൻപോട്ട് പോകാം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. കർത്താവെ, വചനം പഠിക്കുക മാത്രമല്ല, വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തോട് നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പഠിച്ച് പരീക്ഷ പാസ്സായി നമുക്ക് DTH-ഉം CTH-ഉം VTH-ഉം നേടാനല്ല, ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടാകാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ സമയം സ്പെൻഡ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായും മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുന്നവരായും തീരട്ടെ. അതിന് സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു.